Hi students, അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ലാസ്റ്റ് പാർട്ട് വരെ എത്തി. ഇനി നമുക്ക് അതിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ടു ദ ബേസ്. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എന്തൊക്കെ റിസൾട്ടുകൾ പഠിച്ചിരുന്നു? നമ്മൾ കുറെ റിസൾട്ടുകൾ പഠിച്ചിരുന്നു അല്ലെ? ആ റിസൾട്ടുകളൊക്കെ പഠിച്ചിട്ട് വേണം നമുക്ക് പ്രോബ്ലംസിലോട്ട് എത്താൻ. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം. ഇതില് ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ്. നമ്മളെ എന്താണ്, ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാണ്. എവിടുന്ന ഡ്രോ ചെയ്യുന്നത്? മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ടു ദ ബേസ്. കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരയ്ക്കുക. ദാറ്റ് മീൻസ് നമുക്കറിയാലേ എന്താണ് നമ്മളെ കർണം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ തന്നാൽ അതിൽ ഏറ്റവും വലുതായിരിക്കും നമ്മളെ ഹൈപ്പോട്ടന്യൂസ്. കർണം എന്ന് പറഞ്ഞാല് ദാറ്റ് മീൻസ് നമ്മളെ റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതായിരിക്കും എന്ത്? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ വലിയ സൈഡ് ഇതല്ലേ? അതുപോലെ നമ്മുടെ റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ? അതുകൊണ്ട് ഇതായിരിക്കും നമ്മളെ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും, ഇതാണ് നമ്മളെ ഹൈപ്പോട്ടന്യൂസ്. ഈ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും എന്താണ്? Draw the perpendicular from the midpoint of the hypotenuse to the base. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും ബേസിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ടു ദ ബേസ്. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ മധ്യബിന്ദുവിൽ നിന്നും നമ്മൾ എന്ത് വരച്ചു? നമ്മൾ താഴോട്ട് ബേസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. നമുക്കറിയാം പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ദാറ്റ്. നമുക്ക് പ്രൂവ് ചെയ്യണം ദിസ് പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ എന്താണ്? വെർട്ടിക്കൽ സൈഡിന്റെ ഹാഫ് ആണ് നമ്മൾ വരച്ച ആ പെർപെൻഡിക്കുലർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ലംബം വലിയ ത്രികോണത്തിന്റെ ലംബത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. എന്ത് ചെയ്യും? ആദ്യം നമുക്ക് നമ്മളെ ട്രയാങ്കിളിന് നെയിം കൊടുക്കാം. ABC. ഇതിൽ നമുക്ക് MN. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളെ AC എന്ന് പറഞ്ഞ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആയ എന്നിൽ നിന്നും എന്താണ്? എന്നിൽ നിന്നും നമ്മൾ ബേസ് താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. നമ്മൾ ഡ്രോ ചെയ്ത ഈ പെർപെൻഡിക്കുലർ ആയ MN എന്തിന് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡ്, കുത്തനെയുള്ള ഈ സൈഡിന്റെ ഹാഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. MN ഈസ് ഈക്വൽ ടു ഹാഫ് BC ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, MN ഈസ് ഈക്വൽ ടു ഹാഫ് BC. ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ, നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഹാഫ് ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡ് ഇതാണ് നമ്മൾ ലാർജ് ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡ് ആയ BCയുടെ ഹാഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വി വാണ്ട് ടു പ്രൂവ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണിത്. വി വാണ്ട് ടു പ്രൂവ് MN ഈസ് ഈക്വൽ ടു ഹാഫ് BC. അപ്പൊ ആദ്യം നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ? ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്താലോ? യെസ്, ഡ്രോ എ ലൈൻ NP എന്ന് പറഞ്ഞ ഒരു ലൈൻ ഡ്രോ ചെയ്യാണ്. അപ്പൊ ഇവിടെ NP എന്ന് പറഞ്ഞ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഈ NP എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോ ചെയ്ത ലൈൻ NP എന്തിന് പാരലൽ ആയിട്ടാണ് വരയ്ക്കുന്നത്? ABയിലോട്ട്. കാരണം N എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ റിസൾട്ട്. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാട്ടുകളിലൊക്കെ ആയിട്ട്. എങ്ങനെയാ NP ABക്ക് പാരലൽ ആയത്? ഏത് റിസൾട്ട് വെച്ചിട്ടാ? നമുക്ക് പറയാം. NP എന്ന് പറഞ്ഞ ലൈന് നമ്മൾ ABക്ക് പാരലൽ ആയിട്ട് വരച്ചു. ഓക്കെ, NP പാരലൽ ടു AB. അങ്ങനെയാണെങ്കിൽ P എന്ന് പറഞ്ഞാൽ BCയുടെ മിഡ് പോയിന്റ് ആയിരിക്കുമോ? നോക്കാം. നമുക്കറിയാം N എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിഡ് പോയിന്റ് ആണ് AC യുടെ. കാരണം എന്താ? നമ്മൾ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നുമാണ് പെർപെൻഡിക്കുലർ
വെച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് n is the midpoint of AC. n is the midpoint of AC. അതുകൊണ്ട് എന്ത് പറയാം, AN is equal to NC. അപ്പൊ നമുക്ക് NP പാരലൽ ടു AB യുമാണ്, അതുപോലെ N എന്ന് പറഞ്ഞാൽ AC യുടെ മിഡ് പോയിന്റ് ആണ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടില്ലായിരുന്നോ? നമ്മൾ N ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്നും നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ആ ഡ്രോ ചെയ്ത ലൈന് ഒരു സൈഡിന് പാരലൽ, NP ABക്ക് പാരലലുമാണെങ്കിൽ മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും ആ ലൈന് ജോയിൻ ചെയ്തത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. പിന്നെ നമ്മൾ വേറെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മിഡ് പോയിന്റും അതുപോലെ ഈ ലൈന് ഒരു സൈഡിന് പാരലലുമാണെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ബൈ റിസൾട്ട് ഏതായിരുന്നു നമ്മളെ റിസൾട്ട്? എന്താണ്? N എന്ന് പറഞ്ഞാല് മിഡ് പോയിന്റ് ഓഫ് AC ആണ്, അതുപോലെ NP എന്ന് പറഞ്ഞത് ABക്ക് പാരലലുമാണെങ്കിൽ നമുക്ക് അത് രണ്ടും വെച്ചിട്ട് ഈ രണ്ട് കണ്ടീഷനും ഈ കണ്ടീഷനും ഈ കണ്ടീഷനും ഈ രണ്ട് കണ്ടീഷനും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? P is the midpoint of BC. P is the midpoint of BC. അത് എന്ത് പറയാം? BP is equal to PC ആണ് എന്ന് പറയാം. BP is equal to PC ആണ്, AN is equal to NC ആണ്. അതുപോലെ NM എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ അല്ലേ, അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആണ്. ട്രയാങ്കിൾ AMN. ഓക്കെ, AN എന്ന് പറഞ്ഞാല് ഹൈപ്പോട്ന്യൂസിന്റെ ഹാഫ് ആണ് AN. AM എന്ന് പറഞ്ഞാല് ബേസ് അല്ലെ, NM എന്ന് പറഞ്ഞാല് പെർപെൻഡിക്കുലർ. അപ്പൊ ഈ പെർപെൻഡിക്കുലർ എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മളെ BC എന്ന് പറഞ്ഞാൽ BP is equal to PC അല്ലേ, അപ്പൊ ഇതിന് ഈക്വൽ ആയിരിക്കൂലേ? നമുക്ക് പറയാം MN is equal to BP ആണ്. MN is equal to BP. MN ഉം BP യും ഈക്വൽ ആണ്, അതുപോലെ BP is equal to PC അല്ലേ, അപ്പൊ നമുക്ക് എന്ത് പറയാം? BP എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ ഹാഫ്? ഈ BP എന്ന് പറഞ്ഞാൽ BC യുടെ ഹാഫ് അല്ലേ? യെസ്, ഹാഫ് ഓഫ് BC യുടെ ഹാഫ് ആണ്. അപ്പം BP എന്ന് പറഞ്ഞത് BC യുടെ ഹാഫ് ആണെങ്കിൽ നമുക്കറിയാം MN ഉം BP യും ഈക്വൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ MN ഉം എന്തായിരിക്കും? ഹാഫ് BC ആയിരിക്കും. ഓക്കെ, MN ഉം എന്തായിരിക്കും? ഹാഫ് BC ആയിരിക്കും. അപ്പൊ നമ്മള് ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത നമ്മൾ ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റ് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്ത ആ പെർപെൻഡിക്കുലർ എന്താണ്? നമ്മളെ ലാർജ് ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡിന്റെ ഹാഫ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതി നമ്മളെ ആൻസറിലോട്ട് എത്തിക്കുക. നമ്മൾ കുറെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അറിയുന്നത് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആൻസറിലോട്ട് എത്തിക്കുക. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം. ഇവിടെ നമുക്ക് N എന്ന് പറഞ്ഞ മിഡ് പോയിന്റ്, ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റ് എന്നാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തത്. അതുകൊണ്ട് N is equal to NC ആണെന്ന് പറയാം. അതുപോലെ നമ്മളെ റിസൾട്ടുകളൊക്കെ പഠിക്കാം. റിസൾട്ട് നമ്മൾ പറഞ്ഞു N മിഡ് പോയിന്റും NP എന്ന് പറഞ്ഞാൽ ABക്ക് പാരലലുമാണെങ്കിൽ P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയിരിക്കും BC യുടേത്. അതുകൊണ്ട് BP is equal to PC ആയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളെ ആൻസറിലോട്ട് എത്തിക്കാം. സോ MN is equal to MN നമ്മൾ വരച്ച ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ സൈഡ് BC യുടെ ഹാഫ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ദ പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ഇനി അതിൽ തന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? Prove that the distances from the midpoint of the hypotenuse to the three vertices of the large triangle are equal. എന്താ പറഞ്ഞത്? മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും നമുക്കറിയാം ട്രയാങ്കിളിന് 3 വെർട്ടീസസ് ആണ് ഉണ്ടാവുക. 3 വെർട്ടീസസ് ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിലോട്ടും ലൈൻ ഡ്രോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈക്വൽ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ ഫിഗർ ഇവിടെ വരയ്ക്കാം. എന്താ ക്വസ്റ്റ്യൻ? വലിയ ത്രികോണത്തിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് 3 മൂലകളിലേക്കുമുള്ള അകലം തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കൂ അല്ലെ. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, നമുക്ക് സിമ്പിൾ സ്റ്റെപ്പിലൂടെ പോവാം.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നമ്മളെ ഫിഗർ ഇവിടെ ഡ്രോ ചെയ്യാം. മറ്റേ സെയിം നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഈ സെയിം ഫിഗർ തന്നെയാണ് കേട്ടോ. അപ്പൊ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഇതാണ് നമ്മളെ ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ABC എന്ന് പറഞ്ഞത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇനി അതുപോലെ നമ്മളെ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു, അതല്ലേ, പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു നെയിമും കൊടുക്കാം, MN. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഫിഗർ, ഓൾറെഡി നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഫിഗർ. ഇനി ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, നമ്മളെ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും നമ്മൾ ഓരോ വേർട്ടെക്സിലോട്ടും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര ഈക്വൽ ആണ്, അത് പ്രൂവ് ചെയ്യണം. അപ്പൊ Nൽ നിന്നും Aലോട്ടും Nൽ നിന്നും Cലോട്ടും Nൽ നിന്നും Bലോട്ടും വരയ്ക്കുന്ന വര ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇതും ദാറ്റ് മീൻസ് ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആയ Nൽ നിന്നും നമ്മളെ ട്രയാങ്കിളിന്റെ 3 വേർട്ടീസസ് 3 കോർണറിലോട്ട് Aലോട്ടും Bലോട്ടും Cലോട്ടും വരയ്ക്കുന്ന വര തുല്യമാണ്, ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വി വാണ്ട് ടു പ്രൂവ്, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഇവിടെ AN ഈസ് ഈക്വൽ ടു NC ഈസ് ഈക്വൽ ടു NB, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AN ഈസ് ഈക്വൽ ടു NC ഈസ് ഈക്വൽ ടു NB. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും നമ്മളെ ട്രയാങ്കിൾ ABCയുടെ Aലോട്ടും Bലോട്ടും Cലോട്ടും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര ഈക്വൽ ആണ്. നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ആദ്യം നമ്മൾ എന്താ ചെയ്യാ, ആദ്യം നമ്മൾ നോക്കുക. N എന്ന് പറഞ്ഞാല് AC-യുടെ മിഡ് പോയിന്റ് ആണ്, നമ്മളെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. AC എന്ന് പറഞ്ഞ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലെ. N മിഡ് പോയിന്റിലൂടെയാണല്ലോ നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തത് നമ്മളെ ക്വസ്റ്റ്യനിലെ. യെസ്, അപ്പം N is the midpoint of എന്തിന്റെ മിഡ് പോയിന്റ് ആണ്, നമ്മളെ ഹൈപ്പോട്ടന്യൂസ് ആയ AC-യുടെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, AN ഈസ് ഈക്വൽ ടു NC. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് കിട്ടി, AN ഈസ് ഈക്വൽ ടു NC. സിമ്പിൾ അല്ലെ. ഇനി ഇത് രണ്ടും NBക്കും കൂടെ ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഫസ്റ്റ് തന്നെ AN ഈസ് ഈക്വൽ ടു NC എന്ന് കിട്ടി, കാരണം N മിഡ് പോയിന്റ് ആണ് AC-യുടേത്. സോ AN ഈസ് ഈക്വൽ ടു NC. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് രണ്ടും NBക്കും കൂടെ ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും, ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ AN-ഉം NC-യും ഈക്വൽ ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാ, ഇവിടെ നമുക്ക് ഇത് പെർപെൻഡിക്കുലർ അല്ലേ, അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണ് ഡ്രോ ചെയ്തത്. അപ്പൊ ഇതും റൈറ്റ് ആംഗിൾ ആയിരിക്കും, ഇതും റൈറ്റ് ആംഗിൾ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ നോക്കുക, ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, ഇത് Nൽ നിന്നും ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാ, ഈ M-ന്റെ ഈ സൈഡും റൈറ്റ് ആംഗിൾ ആണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്താലോ. യെസ്, 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ AMN ആൻഡ് ട്രയാങ്കിൾ AM. ഈ 2 ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിൾ AMN-ഉം ഈ ട്രയാങ്കിളും. അപ്പൊ എന്ത് വരും, ട്രയാങ്കിൾ AMN-ഉം ട്രയാങ്കിൾ MBN-ഉം. ട്രയാങ്കിൾ MBN 2 ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നോക്കുക, ഈ 2 ട്രയാങ്കിളിലും നമുക്ക് ഏതൊക്കെയാ ഈക്വൽ ആയിട്ട് വരിക, എങ്ങനെയാ ഈക്വൽ ആയിട്ട് വരിക, നമ്മൾ ഓൾറെഡി ഇത് നമുക്ക് ഈക്വൽ അല്ലല്ലോ, ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നോക്കുക. ആദ്യം നമുക്ക് എന്ത് പറയാം, രണ്ടിന്റെയും ഇതല്ലേ NM അല്ലെ, രണ്ടിന്റെയും ഈക്വൽ സൈഡ്, രണ്ടിന്റെയും കോമൺ സൈഡ് ആണ് NM. അതുകൊണ്ട് NM ഈസ് ഈക്വൽ ടു NM എന്ന് എഴുതാം, കോമൺ സൈഡ്. ഇനി നമ്മൾ നോക്കാം, ഇവിടെ നമുക്ക് AM ഈസ് ഈക്വൽ ടു MB അല്ലേ, കാരണം നമ്മൾ ഒരു പോയിന്റിന്റെ നമ്മളെ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അപ്പം മിഡ് പോയിന്റിൽ നിന്നും
പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്താൽ മിഡ് പോയിന്റിൽ നിന്നും നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ, ഈ എം എന്ന് പറഞ്ഞാൽ എ ബിനെ ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് എ എം ഈസ് ഈക്വൽ ടു എം ബി ആണെന്ന് നമുക്കറിയാം. എ എം ഈസ് ഈക്വൽ ടു എം ബി. എ എം ഈസ് ഈക്വൽ ടു എം ബി. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എൻ എം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എൻ എം ഈസ് ദ പെർപെൻഡിക്കുലർ. എൻ എം ഈസ് പെർപെൻഡിക്കുലർ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പെർപെൻഡിക്കുലർ ആണ് ഡ്രോ ചെയ്തത്. എൻ എം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആംഗിൾ എ എം എൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എം എൻ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി അല്ലേ? അതുകൊണ്ട് എൻ എം ഈസ് ഈക്വൽ ടു എൻ എം കോമൺ ആണ്. അതുപോലെ എ എമ്മും ബി എമ്മും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പം സൈഡ് ആംഗിള് സൈഡ് അല്ലെ, എസ് എ എസ്. അപ്പം ബൈ എസ് എ എസ് കോൺഗ്രുവൻസ് റൂൾ സൈഡ് ആംഗിൾ സൈഡ് രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതുപോലെ ഒരു ആംഗിളും ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതുപോലെ ഒരു ആംഗിളും ഈക്വൽ ആണ്. രണ്ട് സൈഡും ഒരു ആംഗിളും. നമുക്ക് എ എം ഇസ് ഈക്വൽ ടു എം ബി എങ്ങനെയാ കിട്ടിയത്? ഇതൊരു പെർപെൻഡിക്കുലർ, ഇത് നമ്മളെ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലെ? അപ്പൊ എൻ മിഡ് പോയിന്റ് ആണ് എന്ന് കിട്ടി. അതുപോലെ നമ്മൾ എന്താ, ഈ എൻ എം എന്ന് പറഞ്ഞാൽ ഏതിന് പാരലലാണ്? നമ്മളെ എൻ എം എന്ന് പറഞ്ഞാൽ ബി സിക്ക് പാരലലാണ്. എൻ എം എന്ന് പറഞ്ഞാൽ ബി സിക്ക് പാരലലാണ്. അപ്പൊ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു മിഡ് പോയിന്റിന് വേറൊരു സൈഡിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര എന്താണ് അടുത്ത സൈഡിന് പാരലലുമാണെങ്കിൽ, ഒരു സൈഡിന്റെ മിഡ് പോയിന്റും വേറൊരു സൈഡിന് പാരലലുമാണെങ്കിൽ എന്താണ്, നമ്മളെ തേർഡ് സൈഡിന്റെയും മിഡ് പോയിന്റിലൂടെ ആയിരിക്കും അത് പാസ് ചെയ്യുക. ആ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ്, ഒരു സൈഡിലെ മിഡ് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൽ ഒരു മിഡ് പോയിന്റ്, ഇതൊരു മിഡ് പോയിന്റിലൂടെ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്താൽ ഈ ജോയിൻ ചെയ്ത് വര ഇതിന് പാരലലും ഇതിന്റെ മിഡ് പോയിന്റിലൂടെയും ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തെ സൈഡിന്റെയും മിഡ് പോയിന്റിലൂടെ ആയിരിക്കും. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇവിടെ എൻ എന്ന് പറഞ്ഞ മിഡ് പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഈ ലൈനാണ് എൻ എം. ഈ എൻ എം എന്തിന് പാരലലാണ്? ബി സിക്ക് പാരലലാണ്. അപ്പൊ ഒരു മിഡ് പോയിന്റിലൂടെയും ഒന്നിന് പാരലലുമാണെങ്കിൽ അത് മറ്റേ സൈഡിന്റെയും മിഡ് പോയിന്റിൽ ആയിരിക്കും ജോയിൻ ചെയ്ത് വരച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആണെന്ന് പറഞ്ഞു. എം എ ബിയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ എ എം ഈസ് ഈക്വൽ ടു എം ബി. അങ്ങനെയാണ് നമുക്ക് എ എം ഈസ് ഈക്വൽ ടു എം ബി എന്നുള്ളത് കിട്ടിയത്. ഓക്കെ, അപ്പോ എൻ എം ഈസ് ഈക്വൽ ടു എൻ എം. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിൽ എൻ എം രണ്ടിന്റെയും കോമൺ സൈഡ് ആണ്. എ എം ഈസ് ഈക്വൽ ടു എം ബി ആണെന്ന് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആംഗിൾ എ എം എന്നും ആംഗിൾ ബി എം എന്നും 90 ഡിഗ്രി ആണ്. കാരണം നമ്മൾ വരച്ചത് പെർപെൻഡിക്കുലർ ആണ്. എന്നിൽ നിന്നും എമ്മിലോട്ട് പെർപെൻഡിക്കുലർ ആണ് വരച്ചത്. അതുകൊണ്ട് ഈ ഒരു സൈഡ്, ഈ ഒരു ആംഗിള്, ഈ ഒരു സൈഡ് ആംഗിൾ സൈഡ് ബൈ SAS കോൺഗ്രുവൻസ് റൂൾ വി ക്യാൻ സേ ദാറ്റ് triangle AMN congruent to triangle BMN. AMN ഉം BMN ഉം കോൺഗ്രുവന്റ് ആണ്. നമ്മളെ ഈ ഒരു രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടി. രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സും CPCT ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിന്റെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കൂലേ? യെസ്, കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ പാർട്സും ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയാ, എന്നും എൻ ബിയും ഈക്വൽ ആയിരിക്കൂലെ? ബാക്കിയുള്ള രണ്ട് പാർട്സ് അതല്ലേ? ബാക്കിയുള്ള രണ്ട് സൈഡ്സ് എൻ എം ഈക്വൽ ആണ്. എം ഈസ് ഈക്വൽ ടു എം ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ എൻ ഈസ് ഈക്വൽ ടു എൻ ബി ആയിരിക്കും. രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് ബാക്കിയുള്ള പാർട്സും ഈക്വൽ ആണ്. Therefore എ എൻ ഈസ് ഈക്വൽ ടു എൻ ബി. ഓക്കെ, എ എൻ ഈസ് ഈക്വൽ ടു എൻ ബി ആണ് എന്ന് കിട്ടി. എന്താ നമുക്ക് കിട്ടിയത്? എ എൻ ഈസ് ഈക്വൽ ടു എൻ ബി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ എന്നും എൻ ബിയും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ എ എന്നും എൻ സിയും ഈക്വൽ ആണ്. അതുപോലെ എ എന്നും എൻ ബിയും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? എ എന്നും എൻ സിയും ഈക്വൽ ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എ എന്നും എൻ ബിയും ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ രണ്ടിനും ഈക്വൽ ആണെങ്കിൽ അത് മൂന്നും ഈക്വൽ ആയിരിക്കൂലേ? Therefore we have from 1 and 2. ഇതാണ് നമ്മളെ 1. അതുപോലെ
an is equal to nc ആണ് 1, an is equal to nb ആണ് 2. So from 1 and 2 നമുക്ക് എന്ത് കിട്ടി? From 1 and 2 we have എന്താ? an is equal to nc is equal to nb. an is equal to nc is equal to nb. an is equal to nc is equal to nb. ഓക്കെ, എന്നും എൻ സിയും എൻ ബിയും ഈക്വൽ ആണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ ആണ് അല്ലെ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പോയാൽ മതി. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മള് ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്താൽ, പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു, എന്നിട്ട് ആ മിഡ് പോയിന്റിൽ നിന്നും ട്രയാങ്കിളിന്റെ ഓരോ വേർട്ടെക്സിലോട്ടും ഉള്ള ദൂരം, ഡിസ്റ്റൻസ് ഈക്വൽ ആണ് എന്നാണ് കാണേണ്ടത്. അതല്ലായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ? യെസ്, ദ ഹൈപ്പോട്ടന്യൂസ് ടു ദ 3 vertices ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് an is equal to nc is equal to nb ആയിരുന്നു. നമ്മൾ എന്താ ആദ്യം ചെയ്തത്? ac എന്ന് പറഞ്ഞ ac-യുടെ മിഡ് പോയിന്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് an is equal to nc ആണെന്ന് കിട്ടി. അതുപോലെ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 ട്രയാങ്കിൾസ് ആണ്. ആ 2 ട്രയാങ്കിൾസും SAS റൂൾ വെച്ചിട്ട് കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞു. കോൺഗ്രുവന്റ് ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് പാർട്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ an is equal to nb ആണെന്ന് കിട്ടി. an is equal to nc and an is equal to nb. So we can say that an is equal to nc is equal to nb. n എന്ന് പറഞ്ഞ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്നും നമ്മുടെ ട്രയാങ്കിളിന്റെ 3 വേർട്ടീസസിലോട്ടും ഡ്രോ ചെയ്ത ലൈന് ഈക്വൽ ആണ്. ക്ലിയർ ആണോ? ഡ്രോ ചെയ്ത ലൈന് ഈക്വൽ ആണ്. അപ്പൊ ക്ലിയർ ആണ് അല്ലെ? സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ കൺഫ്യൂഷൻ ആണെന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ കുറച്ച് ടഫ് ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ആൻസറിലോട്ട് എത്തിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. എന്താ സർക്കംസെന്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓർത്തോ സെന്റർ പഠിച്ചിട്ടുണ്ട്, സെൻട്രോയിഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാല് ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സർക്കംസെന്റർ? സർക്കംസെന്റർ എന്ന് പറഞ്ഞാൽ സർക്കംസെന്റർ എന്ന് പറഞ്ഞാല് നമ്മളൊരു ട്രയാങ്കിളിലെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഓക്കെ, 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സർക്കംസെന്റർ എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളില് നമ്മൾ എന്ത് ചെയ്യാ? ട്രയാങ്കിൾ ABC എന്ന് നെയിം കൊടുത്തു. ഈ എയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ കോമ്പസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കും, കോമ്പസ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ ആർക്ക് വരച്ച് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇങ്ങോട്ട് കിട്ടും. അതുപോലെ ബിയിൽ നിന്നും നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കിട്ടും. സിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കിട്ടും അല്ലെ? അപ്പൊ ഈ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സർക്കംസെന്റർ. സർക്കംസെന്റർ എന്ന് പറഞ്ഞാൽ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ ഓർത്ത് വെക്കണം, ഓർത്തോ സെന്ററും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സെൻട്രോയിഡും പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സർക്കംസെന്ററും കൂടെ ഓർത്ത് വെക്കാം. 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സർക്കംസെന്റർ എന്ന് പറയാം. അപ്പൊ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ദ സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ എന്ന് പറഞ്ഞാല് ദാറ്റ് മീൻസ് ആ റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ നമ്മൾ വരയ്ക്കുന്ന 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ദ സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം സർക്കംസെന്റർ എന്താന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സർക്കംസെന്റർ എന്ന് പറയാം. അപ്പൊ നമ്മളെ പ്രൂഫ് തുടങ്ങാം. ഇതാണ് നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ. ഇത് റൈറ്റ് ട്രയാങ്കിൾ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ABC. നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതിൽ നമ്മൾ NM എന്ന് നെയിം കൊടുത്തിരുന്നു അല്ലെ?
ഓക്കെ, ആദ്യത്തെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പം സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് സർക്കംസെന്റർ എന്ന് പറഞ്ഞാൽ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്ര സൈഡ് ഉണ്ട്? എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എ സി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ന് നമ്മൾ എന്ത് ചെയ്യാ? മോർ ദാൻ ഹാഫ് എടുത്തിട്ട് എന്ത് ചെയ്യാ? കോമ്പസിൽ ആർക്ക് വരച്ചിട്ട് ജോയിൻ ചെയ്താണ്ട് എന്ത് വരയ്ക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കൂ അല്ലെ. അപ്പം ഇതാണ് നമ്മളെ എ ബി, ഇതാണ് നമ്മളെ എ ബി. ഈ എ ബിയിൽ നിന്നും നമ്മൾ ആർക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കും. അപ്പൊ നമുക്ക് മോർ ദാൻ ഇങ്ങനെ 2 ആർക്ക് കിട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കും അല്ലെ. അപ്പൊ അതെന്തായാലും ഈ NMN ആയിരിക്കൂലേ? യെസ്, എ ബിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഈ എന്നിന്റെ അവിടെ തന്നെ എന്ത് ചെയ്യും? ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത സൈഡ് നോക്കുക, ബി സി. ഇതാണ് നമ്മളെ ബി സി. ഈ ബി സിനെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ മോർ ദാൻ ഹാഫ് എടുത്ത് പോയിന്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ വരയ്ക്കും. അപ്പൊ ഇങ്ങനെ കിട്ടും. ദാറ്റ് മീൻസ് ഈ ബി സിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കൂലേ? അപ്പൊ അതും എന്നിലൂടെ അല്ലേ പാസ് ചെയ്യുക? അപ്പൊ അവിടെയും നമുക്ക് എന്താ? എന്നിലൂടെയാണ് നമ്മളെ ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും പോകുന്നത്. ഇനി അടുത്തത് നോക്കുക, എ ബി. നമ്മൾ ഓൾറെഡി എ ബി പറഞ്ഞില്ലേ. അടുത്തത് എ സി. എ സി എന്ന് പറഞ്ഞ സൈഡിൽ നമ്മളൊക്കെ അറിയാം എ സിയുടെ മിഡ് പോയിന്റ് ആണ് N. എ സിയുടെ മിഡ് പോയിന്റ് N ആയതുകൊണ്ട് എന്തായാലും എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നിലൂടെ തന്നെ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാത്തിന്റെയും എ ബിയുടെയും ബി സിയുടെയും എ സിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഏതിലൂടെയാ പോവുക? എന്നിലൂടെ തന്നെയാണ് പോവുക. ഓക്കെ, നമ്മൾ വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാം എന്നിലൂടെ. കറക്റ്റ് ഫിഗർ വെച്ചിട്ട് വരച്ചാൽ മനസ്സിലാവും എന്നിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അതുപോലെ വേറൊരു ഇതെന്ന് പറഞ്ഞാല് വേറെ നമുക്ക് സർക്കംസെന്ററിനെ കുറിച്ച് ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ഈ N എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞു സർക്കംസെന്റർ അല്ലെ. N എന്ന് പറഞ്ഞാല് സർക്കംസെന്റർ ആണെന്ന് പറഞ്ഞു. എല്ലാ സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് N. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Nൽ നിന്നും ഓരോ വേർട്ടെക്സിലോട്ടുള്ള ലെങ്ത്തും ഈക്വൽ ആണ് എന്ന് പറയണം. അത് നമ്മളെ സെക്കൻഡ് പ്രൂഫ് ആണ്. അപ്പൊ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളെ സെക്കൻഡ് പ്രൂഫും കൂടെ എഴുതണം. സെക്കൻഡ് വണ്ണിന്റെ ഈ ഒരു പ്രൂഫ്. ഓക്കെ, ഈ എന്നിൽ നിന്നും N എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? സർക്കംസെന്റർ ആണ്. എല്ലാ പെർപെൻഡിക്കുലർ ബൈസെക്ടറും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അതിൽ നിന്നും ഓരോ വേർട്ടെക്സിലോട്ടും എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടും ഉള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതായിരുന്നു നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. NA is equal to NB is equal to NC. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? വി വാണ്ട് ടു പ്രൂവ് സർക്കംസെന്റർ. ടു പ്രൂവ്, അപ്പൊ നമ്മൾ എഴുതുമ്പോ എങ്ങനെ എഴുതണം? ടു പ്രൂവ്. എപ്പോഴും പ്രൂവ് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം എഴുതും. സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിളിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് ദ മിഡ് പോയിന്റ് ഈക്വൽ ടു എന്ത് വേണം? ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ്. മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിന് ഈക്വൽ ആണെന്ന് കാണണം. അതെന്ന് പറഞ്ഞാൽ N. മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ N ആണ് കേട്ടോ. N-ന് ഈക്വൽ ആണ്. N-ന് ഈക്വൽ ആണ് ഈ ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ എന്ന് കാണണം. ഓക്കെ, ഈ N-ന് ഈക്വൽ ആണ് നമ്മൾ ഈ ഒരു ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? എഴുതി വെക്കുക. ഫസ്റ്റ് പറഞ്ഞ കാര്യം എ ബി എന്ന് പറഞ്ഞു അല്ലെ. എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഡ്രോ ചെയ്യുമ്പോൾ ഇതായിരുന്നു നമ്മളെ എ ബി എന്ന് പറഞ്ഞ സൈഡ്. അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതെന്തായാലും എന്നിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അതുപോലെ ബി സി, ഇത് എ ബി ആണ്. അതുപോലെ ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതും എന്താണ്? എന്നിലൂടെയാണ് പാസ് ചെയ്യുക. അതുപോലെ എ സി നോക്കുക. എ സിയിൽ ഓൾറെഡി മിഡ് പോയിന്റ് ആണ്. എ സിയുടെ മിഡ് പോയിന്റ് ആണ് N. അതുകൊണ്ട് എ സിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പൊ എല്ലാ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് N അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് N ഈസ് ദ സർക്കംസെന്റർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? N എന്ന് പറഞ്ഞത് ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ദ പോയിന്റ് ഓഫ്
ഇന്റർസെക്ഷൻ, ഇവിടെ എല്ലാം കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാ? N. ഏതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് സൈഡ്സ് ഏതിന്റെയൊക്കെയാ? AB, BC and AC. AC is N. അല്ലേ? The point of intersection, intersect ചെയ്യുന്ന പോയിന്റ് ഏതിന്റെ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ AB യുടെയും BC യുടെയും AC യുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് N. അതുകൊണ്ട് N എന്ന് പറയുന്നത് എന്തിന്റെ സർക്കംസെന്റർ ആണ്? ഈ ട്രയാങ്കിൾ ABC യുടെ സർക്കംസെന്റർ ആണ്. ഓക്കെ, the point of intersection of perpendicular bisector of side. The point of intersection of perpendicular bisector of sides AB, BC, AC is N. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? സർക്കംസെന്റർ എന്ന് പറഞ്ഞാൽ N ആണ്. സർക്കംസെന്റർ is equal to N. സർക്കംസെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ N ആണ്. ഇനി ഒരു കാര്യം കൂടെ, ഈ ഒരു കാര്യം മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? If N is the circumcenter of this triangle, ഈ ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ N ആണെങ്കിൽ, if N is the circumcenter of this triangle, if N is the circumcenter, N circumcenter ആണെങ്കിൽ N ൽ നിന്നും ഓരോ വേർട്ടെക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം N to each vertex. ഓരോ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടും ഡിസ്റ്റൻസ് ഫ്രം N to each vertex. N to each vertex are equal. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എഴുതിയാലേ നമ്മൾ ഈ ഒരു പ്രൂഫിലോട്ട് എത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളില് നമ്മൾ സെക്കൻഡ് വൺ, ഈ സാധനം ഇഫ് N ഈസ് ദ സർക്കംസെന്റർ, N സർക്കംസെന്റർ ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം N ൽ നിന്നും ഓരോ വേർട്ടെക്സിലോട്ടും എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതെന്തിന്റെ പ്രൂഫാ? അത് നമ്മളെ സെക്കൻഡ് വൺ, ഈ ഒരു പ്രൂഫാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് എക്സാമിന്, ഈ ഒരു ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ മാത്രമാണ് എക്സാമിന് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സെക്കൻഡ് വണ്ണിന്റെ പ്രൂഫും കൂടെ ഇതിന്റെ താഴെ ചെയ്തു വെക്കണം. ഓക്കെ, അപ്പൊ ഇഫ് N is the circumcenter, N circumcenter ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം N to each vertex are equal. അപ്പൊ സിമ്പിൾ അല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കുക. നമ്മളോട് പറഞ്ഞത് ഈ സർക്കംസെന്റർ, ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിന് ഈക്വൽ ആണ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മള് ഓരോ സൈഡിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാണ് അല്ലെ നമുക്ക് വേണ്ടത്. അപ്പൊ ഓരോ സൈഡിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഡ്രോ ചെയ്യുമ്പോൾ അതൊക്കെ എന്നിലാണ് ഇന്റർസെക്ട് ചെയ്യുക. അപ്പൊ എല്ലാ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് സർക്കംസെന്റർ. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് സർക്കംസെന്റർ. അപ്പൊ N സർക്കംസെന്റർ ആണ്, കാരണം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ സൈഡ്സ് AB, BC and AC ഈസ് N. അതുകൊണ്ട് N എന്ന് പറഞ്ഞാൽ സർക്കംസെന്റർ ആണ്. N സർക്കംസെന്റർ ആയതുകൊണ്ട് N ൽ നിന്നും ഓരോ വേർട്ടെക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് N ൽ നിന്നും എയിലോട്ടും N ൽ നിന്നും ബിയിലോട്ടും N ൽ നിന്നും സിയിലോട്ടും, ദാറ്റ് ഈസ് AN ഈസ് ഈക്വൽ ടു NB ഈസ് ഈക്വൽ ടു NC ഈക്വൽ ആയിരിക്കും. അത് നമ്മളെ സെക്കൻഡ് പാർട്ട്, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലാത്ത നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യനിലെ സെക്കൻഡില് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രൂഫ് തന്നെ നമ്മൾ ഇവിടെയും എഴുതണം. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമ്മളെ N എന്ന് പറഞ്ഞാൽ നമ്മളെ സർക്കംസെന്റർ, ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ എന്തിന് ഈക്വൽ ആണ്? മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ്. ഈ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആയ N ന് ഈക്വൽ ആണ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ഇൻ എനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഏതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലും ദ സർക്കംസെന്റർ, ഓർത്തോസെന്റർ ആൻഡ് ദ സെൻട്രോയിഡ് കോയിൻസൈഡ്. അപ്പൊ ഒന്നുമില്ല, ആദ്യം എന്ത് അറിയണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താന്ന് അറിയണം. എന്തായിരുന്നു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ബട്ട് നമുക്ക് ഇവിടെ ആംഗിൾസിന്റെ കാര്യം നോക്കണ്ട, സൈഡ്സ് നോക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലും ദ സർക്കംസെന്റർ, ഓർത്തോസെന്റർ ആൻഡ് ദ സെൻട്രോയിഡ് കോയിൻസൈഡ്. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് മൂന്നും എന്താ നോക്കാം. എന്താ സർക്കംസെന്റർ എന്ന് പറഞ്ഞാല്? സർക്കംസെന്റർ നമ്മള്
കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു സർക്കം സെന്റർ എന്ന് പറഞ്ഞാല് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ of three perpendicular bisectors of triangle ABC. അല്ലെ, 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സർക്കം സെന്റർ എന്ന് പറയാ. ഇതിപ്പോ നമ്മളെ ട്രയാങ്കിൾ ABC ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രയാങ്കിൾ ABC ആണെങ്കിൽ AB-യിൽ നിന്നും നമ്മളൊരു എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. BC-യിൽ നിന്നും AB-യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? AB എന്ന് പറഞ്ഞ സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ, BC-യിലോട്ട്, അതുപോലെ AC-യിലോട്ട്, അങ്ങനെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഡ്രോ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ കോമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ടില്ലേ, ആർക്ക് വരയ്ക്കും, മോർ ദാൻ ഹാഫ് എടുത്താണ്ട്. അപ്പം അത് 3ഉം കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയാ? സർക്കം സെന്റർ. നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു അല്ലെ, സർക്കം സെന്റർ എന്താണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? സർക്കം സെന്റർ മാത്രമാണോ? ഏത് സമഭുജ ത്രികോണത്തിന്റെയും പരിവൃത്ത കേന്ദ്രം, അതിനെയാണ് നമ്മൾ സർക്കം സെന്റർ. അതുപോലെ ലംബ കേന്ദ്രം, ഓർത്തോ സെന്റർ അല്ലെ, അതുപോലെ മധ്യമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ്. അപ്പൊ നോക്കാം, അടുത്തത് നമുക്ക് ഓർത്തോ സെന്റർ എന്താ നോക്കാം. ഓർത്തോ സെന്റർ എന്താ? ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് 3ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓർത്തോ സെന്റർ. അപ്പൊ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് altitudes ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാം. എങ്ങനെ നമുക്ക് പറയാം? ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പൊ ഇത് നമ്മളൊരു ട്രയാങ്കിൾ ABC ആണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? AB എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ ABC ആണെങ്കിൽ, C എന്ന് പറഞ്ഞ വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുമ്പോൾ അതിനെയാണല്ലേ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. അതുപോലെ A എന്ന് പറഞ്ഞ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക, B എന്ന് പറഞ്ഞ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക. അപ്പൊ നമ്മളെ 3 ഓൾട്ടിറ്റ്യൂഡ്സും കിട്ടി. ഈ 3 ഓൾട്ടിറ്റ്യൂഡ്സും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയാം. ഓർത്തോ സെന്റർ. ഓക്കെ, അപ്പൊ ഓർത്തോ സെന്റർ നമുക്ക് ക്ലിയർ ആയി. ഇനി എന്താ? ഇനി നമുക്ക് നോക്കാനുള്ളത് സെൻട്രോയിഡ് അല്ലേ. ഓർത്തോ സെന്റർ കഴിഞ്ഞു, ഇനി നമുക്ക് സെൻട്രോയിഡ്. അപ്പൊ സെൻട്രോയിഡ് എന്തായിരിക്കും? സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കിളിന്റെ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ. യെസ്, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ. മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയാം. നമുക്ക് വരച്ചു നോക്കുകയാണെങ്കിൽ എന്താണ്? വരച്ചു നോക്കുമ്പോൾ എന്താ? ഇതൊരു ABC ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട്. പക്ഷെ നമ്മളെ ഇതെന്താ? ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിലോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിലോട്ടായിരിക്കും. വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട്, അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. അപ്പൊ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയാം അല്ലെ. സെൻട്രോയിഡ് എന്ന് പറയാം. അപ്പൊ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നു. അപ്പൊ നമ്മള് ഓർത്തോ സെന്റർ എന്താ, സർക്കം സെന്റർ എന്താ, സെൻട്രോയിഡ് എന്താന്ന് പറയാം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് ഈ 3ഉം കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഒരേ ബിന്ദുവാണെന്ന്, ഇവയെല്ലാം ഒരേ ബിന്ദുവാണെന്ന് തെളിയിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. ആദ്യം എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ് ഇത്? വി നോ ദാറ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓർത്തോ സെന്ററും അതിന്റെ സർക്കം സെന്ററും സെൻട്രോയിഡും കൂടെ ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോവുക. അതുകൊണ്ട് അത് കോയിൻസൈഡ് ചെയ്യും. അതൊക്കെ ഒരു ലൈനാണ്. ഇവയെല്ലാം ഒരേ ബിന്ദുവാണെന്ന് തെളിയിക്കാനായിരുന്നു അല്ലെ നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലെ.
ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാലും അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരച്ചാലും അതിന്റെ മീഡിയൻ വരച്ചാലും എല്ലാം കൂടെ എന്താണ്, എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിലോട്ടായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സർക്കംസെന്റർ, അതുപോലെ ഓർത്തോസെന്റർ ആൻഡ് എന്താണ് ലാസ്റ്റ് സെൻട്രോയിഡ്, ഇത് മൂന്നും എന്താണ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് എല്ലാ ലൈനും ഓൾ ത്രീ ആർ സെയിം. ഏതൊക്കെയാ സെയിം? മീഡിയനും സെയിം ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടറും സെയിം ആണ്, അതുപോലെ ഓൾട്ടിറ്റ്യൂഡും സെയിം ആണ്. മൂന്നും സെയിം ലൈൻ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് മീഡിയൻ ആർ സെയിം. സോ മൂന്നും സെയിം ആയതുകൊണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് അത് മൂന്നും കൂടെ ജോയിൻ ചെയ്ത് ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് വരുന്നത്. മൂന്നും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സർക്കംസെന്റർ, ഓർത്തോസെന്റർ ആൻഡ് സെൻട്രോയിഡ് കോയിൻസൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇത് മൂന്നും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താ, അപ്പൊ അതിൽ ഇതൊക്കെ സെയിം ലൈൻ ആയതുകൊണ്ട് അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്ന് എഴുതാം. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് തന്നത്? ഇൻ ദ പിക്ചർ ബിലോ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിലെ ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ മീഡിയൻസ് ആണ് തന്നത്. ഓക്കെ, ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട്, ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട്, ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട്, അങ്ങനെ 3 മീഡിയൻസ് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡ് ഇറ്റ് ഇൻടു 6 സ്മോൾ ട്രയാങ്കിൾ. ഈ മീഡിയൻ എന്ന് പറഞ്ഞാല് ഈ ഒരു ട്രയാങ്കിളിനെ 6 ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ, തേർഡ് ട്രയാങ്കിൾ, ഫോർത്ത് ട്രയാങ്കിൾ, ഫിഫ്ത്ത് ട്രയാങ്കിൾ, സിക്സ്ത് ട്രയാങ്കിൾ, 6 ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. 6 സ്മോൾ ട്രയാങ്കിൾ. ഇൻ ദ പിക്ചർ ബിലോ ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡ് ഇറ്റ് ഇൻടു 6 സ്മോൾ ട്രയാങ്കിൾ. ഓക്കെ, മീഡിയൻസ് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ അതെന്ത് ചെയ്ത് 6 സ്മോൾ ട്രയാങ്കിൾസ് ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ദാറ്റ് all 6 triangles have the same area. ഈ നമ്മൾ വരച്ച ഈ ഒരു നമുക്ക് കിട്ടിയ ഈ 6 ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ഈ 6 ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ട്രയാങ്കിളിന് നെയിം കൊടുക്കാം ABC. അതുപോലെ നമ്മൾ ഓരോ വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എന്താണ് മിഡ് പോയിന്റ്, ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലോട്ടാണ് നമ്മൾ മീഡിയം വരയ്ക്കുക അല്ലെ. അപ്പൊ അതിന് നമുക്ക് നെയിം കൊടുക്കാം. ഇവിടെ നമുക്ക് PQR. ഓക്കെ, PQR എന്ന് നെയിം കൊടുത്തു. അപ്പൊ ട്രയാങ്കിൾ ABCയുടെ മീഡിയൻ ആണ് PCAR BQ. അപ്പൊ 3 മീഡിയൻസ് നമ്മൾ ഡ്രോ ചെയ്ത് വരച്ചപ്പോ നമുക്ക് നമ്മുടെ ട്രയാങ്കിളില് ചെറിയ 6 ട്രയാങ്കിൾസ് ഫോം ചെയ്തു അല്ലെ. ചെറിയ 6 ട്രയാങ്കിൾസ് ഉണ്ട്. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ദീസ് 6 ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ഏരിയ. എന്താ പറഞ്ഞത്? ഈ 6 ത്രികോണങ്ങൾക്കും ആ 6 ട്രയാങ്കിൾസിനും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക, സെയിം ഏരിയ ആണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് 6 സ്മോൾ ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 6 സ്മോൾ ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണ് എന്ന് അറിയണം. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടില്ലേ? നമ്മൾ എന്താ റിസൾട്ട് പഠിച്ചത്? ഒരു ട്രയാങ്കിളില് നമ്മളൊരു മീഡിയൻ വരച്ചാൽ, വേർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലോട്ട് മീഡിയൻ വരച്ചാൽ ആ മീഡിയനെ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഈ 3 കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ത് ചെയ്യണ്ടേ? ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2:1 റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതൊരു മീഡിയൻ ആണ്. അപ്പൊ വേർട്ടെക്സിന്റെ സൈഡിലുള്ളതായിരിക്കും 2, വേർട്ടെക്സിന് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലോട്ടുള്ളത് 2, ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് അതിന്റെ മിഡ് പോയിന്റ്, സൈഡിന്റെ മിഡ് പോയിന്റിലോട്ടുള്ളത് 1 ആയിരിക്കും. അതുപോലെ ഇതാണെങ്കിൽ 2, 1 ഇവിടെ വരും. ഇതാണെങ്കിൽ 2, 1 മാറിപ്പോയത് വേർട്ടെക്സിന്റെ അടുത്തുള്ളതായിരിക്കും 2, വേർട്ടെക്സിന് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലോട്ടുള്ളതായിരിക്കും 2, അതായത് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് മിഡ് പോയിന്റിലോട്ടുള്ളതായിരിക്കും 1. സോ റേഷ്യോ ഈസ് 2:1. റേഷ്യോ ആണ് പറഞ്ഞത്, ലെങ്ത് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. അപ്പം ഏതെങ്കിലും 2 ട്രയാങ്കിൾ എടുത്തിട്ട് ആ 2 ട്രയാങ്കിളിനും സെയിം ഏരിയ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബാക്കി എല്ലാ ട്രയാങ്കിൾസിനും സെയിം ഏരിയ ആണെന്ന് പറഞ്ഞൂടെ? യെസ്. അപ്പൊ നമ്മളെ ഫിഗർ നോക്കുക. ഇവിടെ നമ്മളെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇതാണ് അല്ലെ.
ഇതാണ് നമ്മളെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഇതിന് നമുക്ക് O എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളെ 3 മീഡിയൻസും ഇന്റർസെക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇനി നമ്മൾ O2 നമ്മൾ റേഷ്യോ കൊടുക്കുക. ഇവിടെ ഈ ഒരു മീഡിയൻ AR ആണെങ്കിൽ AR എന്ന് പറഞ്ഞ മീഡിയനിൽ AO വരെ 2 ആയിരിക്കും, OR 1 ആയിരിക്കും. നമുക്കറിയാം ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് മിഡ് പോയിന്റിലോട്ട് എന്ന് പറയുന്നത് ഏതിന്റെ ആയിരിക്കും? ഈ വേർട്ടെക്സിന് വേർട്ടെക്സിന് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലോട്ടുള്ള ഇതിന്റെ ഹാഫ് ആയിരിക്കും അല്ലെ. അപ്പം ഇത് 2:1 ഇതായിരിക്കും വലുത്. എപ്പോഴും വേർട്ടെക്സിന് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലോട്ടുള്ളത് 2ഉം ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലോട്ടുള്ളത് 1ഉം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് 2:1. ഇനി അടുത്ത ക്യൂബ് എടുത്ത് നോക്കാം. വേർട്ടെക്സ് ഇവിടെയാണ്, അപ്പൊ ഇവിടെ 2, ഇവിടെ OQ 1. ഇനി അടുത്തത് CB എടുത്ത് നോക്കാം. വേർട്ടെക്സ് ഇവിടെയാണ്, അപ്പൊ ഇവിടെ 2, ഇവിടെ 1. ഓക്കെ, അപ്പൊ എല്ലാം റേഷ്യോ ആണ് കേട്ടോ. നമ്മള് റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്, ലെങ്ത് അല്ല. അപ്പൊ ഏതെങ്കിലും 2 ട്രയാങ്കിൾസ് എടുത്തു നോക്കാം. ഫസ്റ്റത്തെ 2 ട്രയാങ്കിൾസ് എടുത്താൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വരച്ചു നോക്കാം. ഇതാണ് അല്ലെ ഫസ്റ്റത്തെ ട്രയാങ്കിൾ. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ട്രയാങ്കിൾ തന്നത്. ഈ ഫസ്റ്റത്തെ ട്രയാങ്കിളില് QOC, ഇത് ഈ ട്രയാങ്കിൾ QOC. അപ്പൊ അതിന്റെ റേഷ്യോ എവിടെയാ? റേഷ്യോ Oന്റെ അവിടെ 1 ആണ്, OCന്റെ അവിടെ 2 ആണ്. റേഷ്യോ ആണ് 1:2. ദാറ്റ് മീൻസ് ലെങ്ത് എടുത്ത് നോക്കിയാൽ എന്ത് വരും? ഇത് 4 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. എപ്പോഴും വലിയ സൈഡിന്റെ ഹാഫ് ആയിരിക്കും ചെറിയ സൈഡ്. ഓക്കെ, അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കാം സെക്കൻഡ് ട്രയാങ്കിൾ. ഇത് നമ്മളെ ഫസ്റ്റ് ട്രയാങ്കിൾ എടുത്തതാണ്. ഇനി അതുപോലെ സെക്കൻഡ് ട്രയാങ്കിൾ ഒന്ന് ഇവിടെ വരച്ചു നോക്കാം. സെക്കൻഡ് ട്രയാങ്കിൾ എന്താ? സെക്കൻഡ് ട്രയാങ്കിൾ ഇങ്ങനെ ഇങ്ങനെ, ഇവിടെ O ആണ്, ഇവിടെ R ആണ്, ഇവിടെ C ആണ്. അപ്പൊ നോക്കാം, നമ്മളെ CO എന്ന് പറഞ്ഞാല് 2 അല്ലേ, OR എന്ന് പറഞ്ഞാല് 1 അല്ലേ റേഷ്യോ. അപ്പൊ 2:1 റേഷ്യോ. അതിന് നമുക്ക് സെന്റിമീറ്റർ, ഇവിടെ 4ഉം ഇവിടെ 2. 1:2 എന്ന് പറഞ്ഞാല് 4 2 രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാവാനും വേണ്ടിയാണ് നമ്മൾ റേഷ്യോ പോക്കിയാണ്ട് ലെങ്ത് എടുത്തത്. ഓക്കെ, 4:2 എന്ന് പറഞ്ഞാല് 2:1 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ 2 ട്രയാങ്കിളിനും സെയിം ഏരിയ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ 2 ട്രയാങ്കിളിനും സെയിം ഏരിയ ആണെങ്കിൽ എല്ലാ ട്രയാങ്കിളിനും സെയിം ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടുത്തെ ബേസ് നോക്കാം. ഇവിടെ 2 അല്ലേ ബേസ്, ഹൈറ്റ് എന്താ? 4. ദാറ്റ് മീൻസ് ഇവിടെ OQ എന്ന് പറഞ്ഞാൽ 1 ആണ് റേഷ്യോ, OC എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്ക് 2ഉം 4ഉം ആണ് ബേസും ഹൈറ്റും. ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ നമ്മളെ ബേസ് 2 ആണ്, ബേസ് 2 ആണ്, ഹൈറ്റ് 4 ആണ്. കണ്ടോ, എന്തൊക്കെയും സെയിം ബേസും സെയിം ഹൈറ്റും അല്ലേ? യെസ്, ബേസ് ഈസ് ഈക്വൽ ടു സെയിം ലെങ്ത്, ബേസും സെയിം ലെങ്ത് ആണ്. അതുപോലെ ഹൈറ്റ് നോക്കുക, ഹൈറ്റും സെയിം ലെങ്ത് ആണ്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു സെയിം ലെങ്ത്. ഇനി നമ്മൾ നോക്കാം, ബേസും ഹൈറ്റും സെയിം ആയാൽ നമ്മളെ ഏരിയയും എന്തായാലും സെയിം ആയിരിക്കൂലേ? ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ നമ്മളെ ഏരിയയും സെയിം ആയിരിക്കും. Therefore we can say that ഫസ്റ്റ് ട്രയാങ്കിളിന്റെയും സെക്കൻഡ് ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആണ്. അതുപോലെ നമ്മൾ ബാക്കിയുള്ള ട്രയാങ്കിൾ ഒക്കെ നോക്കാം. സെക്കൻഡ് ട്രയാങ്കിളും തേർഡ് ട്രയാങ്കിളും നോക്കാം. സെക്കൻഡ് ട്രയാങ്കിളും തേർഡ് ട്രയാങ്കിളും നോക്കുമ്പോൾ സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് 2 ആണ്, എന്താണ്? ബേസ് 1 ആണ്. അപ്പൊ അത് തേർഡ് ട്രയാങ്കിളിലോ നമ്മളെ ഹൈറ്റ് 2 ആണ്, ബേസ് 1 ആണ്. അപ്പൊ ആ 2 ട്രയാങ്കിളിന്റെയും ബേസും ഹൈറ്റും സെയിം ആയതുകൊണ്ട് അതിന്റെ ഏരിയയും സെയിം ആയിരിക്കും. ഇനി തേർഡ് ട്രയാങ്കിളും ഫോർത്ത് ട്രയാങ്കിളും നോക്കുകയാണെങ്കിലോ രണ്ടിന്റെയും ബേസ് 1 ആണ്, രണ്ടിന്റെയും ഹൈറ്റ് 2 ആണ്. 2 കോമൺ അല്ലേ? രണ്ടിന്റെയും ഹൈറ്റ് സെയിം ആണ്, അവിടെയും ബേസും ഹൈറ്റും സെയിം ആണ്. അതുകൊണ്ട് എന്താ നമുക്ക് പറയാം, അതിന്റെ ഏരിയയും സെയിം ആണ്. ഈ ഫോർത്തും ഫിഫ്ത്തും നോക്കുകയാണെങ്കിലോ ഇവിടെ അതിന്റെ ഹൈറ്റ് 1 ആണ്, അതിന്റെ ബേസ് 2 ആണ് അല്ലേ? ബേസ് 2 ആണ്, ഹൈറ്റ് 1 ആണ്. അപ്പൊ അവിടെയും നമ്മളെ 2 ട്രയാങ്കിളിന്റെയും ബേസും ഹൈറ്റും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയയും സെയിം ആയിരിക്കൂലേ? ഇനി ഫിഫ്ത്തും സിക്സ്ത്തും നോക്കാം. ഇവിടെ ഹൈറ്റ് 2 ആണ്, രണ്ടിന്റെയും ബേസ് 1 ആണ്. അപ്പൊ ബേസും ഹൈറ്റും സെയിം ലെങ്ത് അല്ലേ 2 ട്രയാങ്കിളിന്റെയും? അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ ഏരിയയും സെയിം ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ 6 small triangles have the same area. All 6 small triangles have same area.
അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മളെ ആൻസറിലോട്ട് എത്തി. അപ്പൊ ആകെ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ മീഡിയനെ നമ്മൾ 2:1 എന്ന് പറഞ്ഞ റേഷ്യോയില് ഡിവൈഡ് ചെയ്യും. ഏത്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അതാണ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മീഡിയനെ 2:1 റേഷ്യോയില് ഡിവൈഡ് ചെയ്യും. 2:1 റേഷ്യോയില് ഡിവൈഡ് ചെയ്യും മീഡിയനെ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് മീഡിയനെ എന്ത് ചെയ്യും? 2:1 റേഷ്യോയില് ഡിവൈഡ് ചെയ്യും. ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആൻസർ ചെയ്യുന്നത്. അപ്പൊ ആ റിസൾട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാ? ഇവിടെ എഴുതാം. എന്നിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. ബേസും ഹൈറ്റും സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? ഏരിയയും സെയിം ആയിരിക്കും. അപ്പൊ ആ ഒരു റിസൾട്ട് മറക്കരുത്. ആ റിസൾട്ട് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻസ്. സോ വി ക്യാൻ സേ ദാറ്റ് all 6 triangles have the same area. എപ്പം നമ്മൾ മീഡിയനെ എന്താ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1. നമ്മൾ ഓൾറെഡി പഠിച്ച റിസൾട്ട് ആണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിരുന്നു അല്ലെ? ഇതാണ് നമ്മളെ റിസൾട്ട്. ഈ റിസൾട്ട് വെച്ചിട്ടാണ് ആ ഒരു പ്രോബ്ലം ചെയ്തത്. പോയിന്റ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. പോയിന്റ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. ആ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മളെ ഈ ഒരു പ്രോബ്ലം ചെയ്തത്. 6 ട്രയാങ്കിൾസിനും സെയിം ഏരിയ ആണ്. എന്താണ് നമ്മളെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരുമ്പോ അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്. ഓക്കെ, ഇനി അത് സെയിം ആണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതും അതുപോലെ തന്നെയാണ്. ഇൻ ദ പിക്ചർ ബിലോ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ദ ട്രയാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻടു 3 സ്മോൾ ട്രയാങ്കിൾസ് ബൈ ജോയിനിങ് ദ സെൻട്രോയിഡ് ടു ദ 3 വെർട്ടീസസ്. സെൻട്രോയിഡ് ഇതാണ്. സെൻട്രോയിഡിന് 3 വെർട്ടീസസിലോട്ട്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻസ് 3ഉം ജോയിൻ ചെയ്ത് മീഡിയൻസ് 3ഉം കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെ? അപ്പൊ എന്താ പറഞ്ഞത്? ട്രയാങ്കിളിനെ നമ്മൾ 3 ചെറിയ ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട്. എപ്പം? സെൻട്രോയിഡ് ടു 3 വെർട്ടീസ്. സെൻട്രോയിഡിൽ നിന്നും 3 വെർട്ടീസസിലോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചപ്പം നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിത്രത്തിലെ ത്രികോണത്തിൽ മധ്യമ കേന്ദ്രവും 3 മൂലകളും യോജിപ്പിച്ച് ത്രികോണത്തെ 3 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. Prove that all 3 triangles have the same area. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 3 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. ഈ 3 ട്രയാങ്കിൾസിനും ഒരേ ഏരിയ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം തന്നെയാണ്. അവിടെ നമ്മൾ 6 ട്രയാങ്കിൾസ് ആയിരുന്നു, ഇവിടെ 3 ട്രയാങ്കിൾസ് ആണ് അല്ലെ? എങ്ങനെ നമ്മൾ ചെയ്യും? നമ്മളെ മീഡിയനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് വെർട്ടീസസിലോട്ടല്ലേ വരച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ മീഡിയനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 6 ട്രയാങ്കിൾസ് കിട്ടിയില്ലേ നേരത്തെ പോലെ? അങ്ങനെ 1 2 3 4 5 6. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാ. എന്താണ് മീഡിയനെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. 2:1 റേഷ്യോയിലായതുകൊണ്ട് ഇത് 2 ആയിരിക്കും, ഇത് 1 ആയിരിക്കും. വേർട്ടെക്സിന്റെ അവിടെ ഉള്ളത് 2 1. അതുപോലെ ഇത് 2 ആയിരിക്കും, ഇത് 1. വേർട്ടെക്സിന്റെ അവിടെ ഉള്ളതാട്ടോ 2 മാറിപ്പോയത്. അപ്പൊ 2:1 റേഷ്യോയിലാണെങ്കിൽ നമ്മളിപ്പോ 2 ട്രയാങ്കിൾസ് എടുത്താൽ അതിന്റെ ബേസും ഹൈറ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ ഏരിയയും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ 6 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. 6 ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണ്. ബട്ട് നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താ? 3 ട്രയാങ്കിൾസിനും സെയിം ഏരിയ എന്നല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ? അപ്പൊ 3 ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ട്രയാങ്കിൾ ആണ് അല്ലെ? ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ 2 ട്രയാങ്കിൾസ് കൂടിയിട്ടല്ലേ ഈ വലിയ ട്രയാങ്കിൾ. അപ്പൊ ആ ചെറിയ 2 ട്രയാങ്കിൾസിനും സെയിം ഏരിയ ആണെങ്കിൽ നമ്മൾ ഈ വലിയ ട്രയാങ്കിളിനും ആ ഏരിയയും സെയിം ആയിരിക്കൂലേ? അതുപോലെ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതും 2 ജോയിൻ ചെയ്ത് വരച്ചതാണ്. അപ്പൊ ഇത് ഈ ചെറിയ 2 ഏരിയ സെയിം ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? ഈ ട്രയാങ്കിളിന്റെയും സെയിം ഏരിയ ആണ്. അപ്പോൾ ഇത് 2 സെയിം. അപ്പൊ ഈ വലിയ ട്രയാങ്കിൾസ് ഒക്കെ ചെറിയ 2 ട്രയാങ്കിൾസ് കൂടിയിട്ടാണ് ഈ വലിയ 3 ട്രയാങ്കിൾസ് കിട്ടിയത് അല്ലെ? വലിയ 3 ട്രയാങ്കിൾസ് കിട്ടിയത്. അപ്പൊ ചെറിയ ട്രയാങ്കിൾസിനൊക്കെ സെയിം ഏരിയ ആയതുകൊണ്ട് വലിയ ട്രയാങ്കിൾസ് ഈ 3 ട്രയാങ്കിൾസിനെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും.
സെയിം നേരത്തെ മെത്തേഡ് തന്നെയാണ്. അവിടെയും ഓർക്കേണ്ടത് എന്താണ്? നമ്മളെ മീഡിയന് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, മീഡിയൻ നമ്മൾ ഡ്രോ ചെയ്താൽ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ആ പോയിന്റ് എന്ത് ചെയ്യും? ആ മീഡിയനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സെയിം നേരത്തെ പോലെ തന്നെയാണ്. അവിടെ 6 ട്രയാങ്കിൾ ആണ്. ആ 6 ട്രയാങ്കിൾ അതിൽ 2 ട്രയാങ്കിൾ കൂടിയിട്ടാണ് ഇവിടുത്തെ ഒരു ട്രയാങ്കിൾ. അതുകൊണ്ട് അവിടെ ഫുൾ സെയിം ഏരിയ ആയതുകൊണ്ട് ഇതിനും ഈ 3 ട്രയാങ്കിളിനും സെയിം ഏരിയ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ പിക്ചർ ബിലോ, നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ ആർ ജോയിൻഡ് ടു മേക്ക് ദ സ്മോളർ ഗ്രീൻ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ ഇതാണ് പിക്ചർ. ഇത് നമ്മളെ ബ്ലൂ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഈ വലുത് നമ്മളെ ബ്ലൂ ട്രയാങ്കിൾ ആണ്. ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ്, ബ്ലൂ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിന്റെയും മിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഗ്രീൻ ട്രയാങ്കിൾ ഡ്രോ ചെയ്തു. Join to make the smaller green triangle. The red line is a median of the larger triangle. Larger triangle. ഇതാണ് നമ്മളെ larger triangle. Larger triangleന്റെ median ആണ് ഈ ലൈൻ. Median എന്ന് പറഞ്ഞാൽ vertexന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്നതാണ് മീഡിയൻ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ചിത്രത്തിലെ നീല ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ചെറിയ പച്ച ത്രികോണം വരച്ചിരിക്കുന്നത്. ചുവന്ന വര വലിയ ത്രികോണത്തിന്റെ ഒരു നടുവരയാണ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എന്താ? പ്രൂവ് ദാറ്റ് ദിസ് മീഡിയൻ ബൈസെക്ട്സ് ദ ടോപ്പ് സൈഡ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. എന്താ പറഞ്ഞത്? ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ മീഡിയൻ. ഈ മീഡിയനെ ബൈസെക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് 2 ഈക്വൽ ഹാഫ്, ഒരു ലൈനെ 2 ഈക്വൽ ഹാഫ് ആക്കുന്നതിനെയാണ് നമ്മൾ ബൈസെക്ട് ചെയ്യാന്ന് പറയാം. ഈ മീഡിയനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട് ടോപ്പ് സൈഡ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. ഇതാണ് നമ്മളെ സ്മോൾ ട്രയാങ്കിൾ. അതിന്റെ ടോപ്പ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ്, മേലത്തെ സൈഡ്. ഈ മേലത്തെ സൈഡിനെ 2 ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട്. ഈ ഒരു മീഡിയൻ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ ടോപ്പ് സൈഡിനെ 2 ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ ഫിഗറിന് നെയിം കൊടുക്കാം. ABC. ഓക്കെ, ABC. ഇനി നമ്മളെ മീഡിയൻ നമുക്ക് CD എന്ന് എഴുതാം. CD. ഇനി മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട്, വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടല്ലേ ചെറിയ ട്രയാങ്കിള്. അതുകൊണ്ട് നമുക്ക് ഇവിടെ DEF. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? പ്രൂവ് ചെയ്യേണ്ടത് CD എന്ന് പറഞ്ഞ മീഡിയന് EFനെ 2 ഈക്വൽ ഹാഫ് ആക്കുക, ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മീഡിയൻ അതെന്ന് പറഞ്ഞാൽ CD, അതാണ് നമ്മളെ മീഡിയൻ. മീഡിയൻ CD ബൈസെക്ട്സ് ടോപ്പ് സൈഡ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. ചെറിയ ട്രയാങ്കിളിന്റെ ടോപ്പ് സൈഡ് എന്ന് പറഞ്ഞാൽ EF. CD EFനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് CD, ഈ CD എന്ന് പറഞ്ഞ മീഡിയൻ EFനെ 2 ഈക്വൽ ഹാഫ് ആക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ? നമുക്കറിയാം CD എന്ന് പറഞ്ഞത് മീഡിയൻ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം ഒരു ട്രയാങ്കിളില് അതിന്റെ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡിലോട്ട് വരയ്ക്കുന്നതല്ലേ മീഡിയന്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ 2 ഈക്വൽ ഹാഫ് ആക്കില്ലേ? ഇങ്ങനൊരു ട്രയാങ്കിളും ഇങ്ങനൊരു ട്രയാങ്കിൾ, ഇത് രണ്ടിനെയും എന്താണ് മീഡിയൻ ഇതിലൂടെ പോയാല് ഇതിനെയും 2 ഈക്വൽ ഹാഫ്, ഈ ട്രയാങ്കിളും ഈക്വൽ ആണ്, ഈക്വൽ ഹാഫ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം CD മീഡിയൻ ആയതുകൊണ്ട് എന്താണ് ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ ADCയും CDBയും ട്രയാങ്കിൾ CDB എന്താണ്? CDBയും 2 ഈക്വൽ ഹാഫ് ആണ്. സെയിം ട്രയാങ്കിൾ ആണ്. 2 ട്രയാങ്കിളും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ സിമിലർ ആണെന്ന് പറയാം. ആർ സിമിലർ. കാരണം മീഡിയൻ 2 ട്രയാങ്കിളിനെ എന്താണ് 2 ഭാഗമാക്കുമ്പോൾ രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, 2 ട്രയാങ്കിളിനും ഈക്വൽ ആണെന്ന് എഴുതിയാലും മതി. ADC ആൻഡ് CDB ആർ സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസ്, ഒരുപോലുള്ള ട്രയാങ്കിൾസ് ആണ്. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? ഇനി നമുക്കറിയാം ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലെ. ഇത് രണ്ടും ട്രയാങ്കിൾ ADCയും CDBയും സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിന്റെ ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore, ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ CDBന്റെയും സെയിം ഏരിയയാണ്. സെയിം ഏരിയ.
കാരണം എന്താ, മീഡിയൻ രണ്ട് ട്രയാങ്കിളിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് ആ രണ്ട് ട്രയാങ്കിളിനും സെയിം ഏരിയ ആണ്, ADCക്കും CDBക്കും. ഓക്കെ, അത് നമ്മളെ കയ്യിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? CDEF ബൈസെക്ട് ചെയ്യുന്നുണ്ടോന്നല്ലേ. അപ്പൊ EF നോക്കാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താ, midpoints of the side of the blue triangle are joined to make the smaller triangle. വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്തിട്ടാണ് ചെറിയ ട്രയാങ്കിൾ വരച്ചത് അല്ലേ. അപ്പൊ E എന്ന് പറഞ്ഞാൽ എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? E is the midpoint of AC. E is the midpoint of AC. അതുപോലെ നമുക്ക് എന്ത് പറയാ? F is the midpoint of BC. F is the midpoint of BC. F is the midpoint of BC. ഇനി നമുക്കറിയാം രണ്ട് മിഡ് പോയിന്റ്സ് നമ്മൾ ട്രയാങ്കിളിന്റെ റിസൾട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഒരു രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. Therefore EF parallel to AB ആണ്. പാരലൽ മാത്രമാണോ നമ്മൾ പറഞ്ഞത്? ആ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തേന് പാരലലും ആയിരിക്കും, മൂന്നാമത്തതിന്റെ സൈഡിന്റെ ഹാഫുമായിരിക്കും അല്ലെ. അതുകൊണ്ട് EF എന്ന് പറഞ്ഞാൽ EF is equal to half AB യുമാണ്. EF is equal to half AB യുമാണ്. ഇനി നമുക്ക് എന്താ അറിയാം? D എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് പോയിന്റ് അല്ലേ ABയുടെ? കാരണം ഒരു വേർട്ടെക്സിൽ നിന്നും അതിന്റെ മിഡ് പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരയല്ലേ മീഡിയൻ. അതുകൊണ്ട് D എന്ന് പറഞ്ഞാൽ ABയുടെ മിഡ് പോയിന്റ് ആണ്. D is the midpoint of AB. D is the midpoint of AB. D എന്ന് പറഞ്ഞാൽ എന്താണ്? ABയുടെ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AD is equal to DB ആണ് എന്ന് പറയാം. ഇനി നമ്മൾ നോക്കാം, ഇത് നമ്മളെ മീഡിയൻ അല്ലേ? ഏത്? നമ്മളെ മീഡിയൻ ആണ് അല്ലെ, CD. നമ്മളെ CD എന്ന് പറഞ്ഞാല് മീഡിയൻ ആണ്. അപ്പൊ CD മീഡിയൻ ആണെങ്കിൽ അത് ABനെ ഈക്വൽ ആക്കുന്നില്ലേ? യെസ്, CD മീഡിയൻ ആണ്, D മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് അത് ABനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ CD ബൈസെക്ട്സ് AB, കാരണം മീഡിയൻ ആണ്. CD ബൈസെക്ട്സ് AB. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ABനെ CD ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ AB EFന് പാരലൽ അല്ലേ. അതുകൊണ്ട് CD ബൈസെക്ട്സ് AB പാരലൽ EFനെയാണ്. അതുകൊണ്ട് EFും എന്താണ്? CD എന്താ? EFനെയും ബൈസെക്ട് ചെയ്യുന്നത്. വാട്ട്സ് ദ റീസൺ? AB പാരലൽ ടു EF. അപ്പം AB EF ആയിട്ട് പാരലൽ ആയതുകൊണ്ട് അത് EFനെയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഹെൻസ് വി പ്രൂവ് ദാറ്റ് CD ബൈസെക്ട്സ് EF. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് CD ബൈസെക്ട്സ് EF ആയിരുന്നു. അത് നമ്മൾ പ്രൂവ് ചെയ്തു. സിമ്പിൾ അല്ലെ. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമുക്ക് അറിയുന്ന റിസൾട്ട്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. അപ്പൊ നമ്മൾ നമ്മളെ ആൻസറിലോട്ട് എത്തും. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ വലിയ ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്താണ്ട് നമ്മൾ ചെറിയ ട്രയാങ്കിൾ വരച്ചു. അതുപോലെ എന്താ പറഞ്ഞത്? റെഡ് ലൈൻ ഈസ് എ മീഡിയൻ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനെയാണ് മീഡിയൻ. അപ്പൊ CD മീഡിയൻ ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? CD ബൈസെക്ട്സ് EF. ഈ മീഡിയൻ CD EF നമ്മുടെ ചെറിയ ട്രയാങ്കിളിന്റെ ടോപ്പ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമുക്കറിയാം CD എന്ന് പറഞ്ഞത് നമ്മളെ മീഡിയൻ ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ ADCനെയും ട്രയാങ്കിൾ DBCനെയും അത് ഈക്വൽ ആക്കുന്നുണ്ട്. ആ രണ്ട് ട്രയാങ്കിളും ഒരുപോലെയുള്ള ട്രയാങ്കിൾ ആണ്. കാരണം CD എന്ന് പറഞ്ഞ മീഡിയൻ ആണ്. അതുകൊണ്ട് അതിന്റെ ഏരിയ സെയിം ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? Eയും Fഉം മിഡ് പോയിന്റ് ആണ്. ഏതിന്റെ? ACയുടെയും BCയുടെയും. രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര എന്ന് പറഞ്ഞാൽ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് EFഉം ABയും പാരലൽ ആണ്. EF എന്ന് പറഞ്ഞാൽ ഹാഫ് AB ആണ്. നമുക്ക് അറിയുന്ന റിസൾട്ട്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? D എന്ന് പറഞ്ഞത് മിഡ് പോയിന്റ് ആണ്. കാരണം Cനെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന വരെയാണ് മീഡിയൻ. D മിഡ് പോയിന്റ് ആയതുകൊണ്ട് AD is equal to DB ആണ്. അതുകൊണ്ട് CD ABനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. CD ABനെ ബൈസെക്ട് ചെയ്യുന്നത് കൊണ്ട് ABയും EFഉം പാരലൽ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CD EFനെയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. CD ബൈസെക്ട്സ് EF വി പ്രൂവ്ഡ്. സിമ്പിൾ അല്ലെ. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു?
പ്രൂഫിലോട്ട് എത്തി. ഇനി എന്താ നമ്മളോട് അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, പ്രൂവ് ദാറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ലാർജ് ആൻഡ് സ്മോൾ ട്രയാങ്കിൾസ് ആർ സെയിം. അപ്പൊ നമ്മുടെ ഫിഗർ ഇതാണ് അല്ലെ. ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ മീഡിയൻസ് എല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പൊ ചെറിയ ട്രയാങ്കിളിന്റെയും വലിയ ട്രയാങ്കിളിന്റെയും മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അഥവാ സെൻട്രോയിഡ് എന്താണ്, സെൻട്രോയിഡ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് വലിയ ട്രയാങ്കിളിന്റെ മീഡിയൻസ്, ഒരു മീഡിയൻ നമ്മൾ വരച്ചിട്ടുണ്ട്, ഇനി ഒരു മീഡിയൻ ഇതായിരിക്കും, ഒരു മീഡിയൻ ഇതായിരിക്കും. ഇത് എന്താണ് വലിയ ട്രയാങ്കിളിന്റെ. ഇനി ചെറിയ ട്രയാങ്കിളിന്റെ നോക്കുമ്പോൾ ഒരു മീഡിയൻ ഇതാണ്, ഒരു മീഡിയൻ ഇതാണ്, ഒരു മീഡിയൻ ഇതാണ്. അപ്പൊ ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയനും വലിയ ട്രയാങ്കിളിന്റെ മീഡിയനും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യണതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എഴുതാം. നമ്മൾ ABCDEF നമ്മള് നെയിം കൊടുത്തു അല്ലെ. ഇനി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താ ഇവിടെ നമുക്ക് ആദ്യം നോക്കാം. AC എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിളിന്റെ DFന് പാരലൽ അല്ലേ, കാരണം Dയും Fഉം മിഡ് പോയിന്റ് ആണ്. മീഡിയൻ എപ്പോഴും നമ്മൾ മിഡ് പോയിന്റിലോട്ടല്ലേ വരയ്ക്കുക. Dയും Fഉം മിഡ് പോയിന്റ് ആയതുകൊണ്ട് രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ, DF പാരലൽ ടു AC അല്ലെ, DF പാരലൽ ടു AC. ഇനി അതുപോലെ ഇവിടെ നമ്മൾ നോക്കാം, നമുക്ക് ED പാരലൽ ടു BC അല്ലേ, കാരണം ഇയും ഡിയും മിഡ് പോയിന്റ് അല്ലേ, AC-യുടെ മിഡ് പോയിന്റ് ആണ് ഈ, AB-യുടെ മിഡ് പോയിന്റ് ആണ്. വെറുതെ നമ്മൾ മിഡ് പോയിന്റ് ആണെന്ന് പറയോ, ഇല്ല, മീഡിയൻ ആണ് നമ്മൾ വരച്ചത്, അതുകൊണ്ട് മിഡ് പോയിന്റിലോട്ടല്ലേ വരയ്ക്കുക. യെസ്, അതുകൊണ്ട് ഇയും ഡിയും മിഡ് പോയിന്റ് ആണ്. അപ്പൊ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. Therefore ED പാരലൽ ടു BC, ED പാരലൽ ടു BC, ED പാരലൽ ടു BC. ഇനി അതുപോലെ നെക്സ്റ്റ് നോക്കാം, ഈ FD നമ്മൾ പറഞ്ഞു. ഇനി EF ഇയും എഫും മിഡ് പോയിന്റ് അല്ലേ, രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് EF പാരലൽ ടു AB, EF പാരലൽ ടു AB. ഇനി നമുക്കറിയാം ഈ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരാന്ന് പറഞ്ഞാല് വലിയ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ഹാഫ് ആയിരിക്കൂലേ. യെസ്, EF എന്ന് പറഞ്ഞാല് ഹാഫ് AB ആണ്. EF ഈസ് ഈക്വൽ ടു ഹാഫ് AB എന്ന് പറയാം. EF ഈസ് ഈക്വൽ ടു ഹാഫ് AB. അതുപോലെ ED എന്ന് പറഞ്ഞാൽ ഹാഫ് BC. അതുപോലെ നമുക്കറിയാം DF എന്ന് പറഞ്ഞാൽ ഹാഫ് AC ആണ്, ഹാഫ് AC ആണ്. അപ്പം വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെറിയ ട്രയാങ്കിൾ വരച്ചത്. യെസ്, ഇയും എഫും ഡിയും വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ആണ്. ആ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ ട്രയാങ്കിൾ വരച്ചത്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾ ആണ്, ഒരുപോലെയുള്ള ട്രയാങ്കിൾ ആണ് ABCയും EDFഉം. Therefore ട്രയാങ്കിൾ ADC ആൻഡ് എന്താണ്, ട്രയാങ്കിൾ EDF ആർ സിമിലർ ട്രയാങ്കിൾ. വാട്ട്സ് ദ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ട് എഴുതണം. ചെറിയ വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ ട്രയാങ്കിൾ ഡ്രോ ചെയ്തത്. അപ്പൊ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്ത് വരച്ചത് കൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, സിമിലർ ട്രയാങ്കിൾ ആണ്. പക്ഷെ അതിന്റെ എന്താണ്, ലെങ്ത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്ത് വരച്ചത് കൊണ്ട് വലിയ ട്രയാങ്കിളും ചെറിയ ട്രയാങ്കിളും സിമിലർ ആണ്. ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന്റെ മീഡിയൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കൂലേ. രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെങ്കിൽ മീഡിയൻസ് എന്തായിരിക്കും, നമ്മൾ വരയ്ക്കുന്ന മീഡിയൻസും എന്തായിരിക്കും, ചെറിയ ട്രയാങ്കിളിലും വലിയ ട്രയാങ്കിളിലും സെയിം ആയിരിക്കും. അപ്പം മീഡിയൻസ് നമ്മൾ ഡ്രോ ചെയ്താല്, ഇപ്പം നമ്മൾ ഓൾറെഡി CD എന്ന് പറഞ്ഞ മീഡിയൻ ഡ്രോ ചെയ്തു, അതുപോലെ AF ഡ്രോ ചെയ്തു, BE ഡ്രോ ചെയ്തു. അപ്പൊ മീഡിയൻസും ഈ വലിയ ട്രയാങ്കിളിന്റെ മീഡിയൻ തന്നെയാണ് എന്ത്, ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയനും. പക്ഷെ അതിന്റെ ലെങ്ത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ലെങ്ത്തിന് വലിയ ട്രയാങ്കിളിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും, ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടായിരിക്കുള്ളൂ, ഇത്ര ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ മീഡിയൻസ് സെയിം ആണ്. മീഡിയൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയ സെൻട്രോയിഡും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ലാർജ് ട്രയാങ്കിളിന്റെയും സ്മോൾ ട്രയാങ്കിളിന്റെയും സെൻട്രോയിഡ് ഒന്ന് തന്നെയാണ്. ബട്ട് എന്താണ്, അതിന്റെ ലെങ്ത് വ്യത്യാസം ഉണ്ടായിരിക്കും, മീഡിയൻസിന്റെ ലെങ്ത് വ്യത്യാസം ഉണ്ടായിരിക്കും. Therefore സെൻട്രോയിഡ് ഓഫ് ദ ലാർജ് ആൻഡ് സ്മോൾ ട്രയാങ്കിൾസ് ആർ സെയിം.
ഒന്നുമില്ല, നമ്മൾ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചത് കൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്, അതുകൊണ്ട് പാരലൽ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അതുപോലെ നമ്മൾ പഠിച്ച റിസൾട്ട്സുകളൊക്കെ വെച്ചിട്ട് എഴുതുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആയതുകൊണ്ട് ആ രണ്ട് ട്രയാങ്കിൾസിന്റെയും മീഡിയൻസ് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ആ മീഡിയൻസും എന്താണ്, സെയിം തന്നെ ആയിരിക്കും. ബട്ട് ഡിഫറെന്റ് സെഗ്മെന്റ് അതിന്റെ നമ്മളെ ലെങ്ത് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് അത് രണ്ട് നമ്മളോട് സെൻട്രോയിഡ് അല്ലേ ചോദിച്ചത്, അപ്പൊ സെയിം ലൈനുകളായിരിക്കും. എന്ത് മീഡിയൻസ്, ചെറിയ ട്രയാങ്കിളിന്റെയും വലിയ ട്രയാങ്കിളിന്റെയും മീഡിയൻസ് സെയിം ലൈനാണ്. അപ്പൊ ആ സെയിം ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നത് സെയിം പോയിന്റിൽ തന്നെ ആയിരിക്കൂലേ. അപ്പൊ സെൻട്രോയിഡ് എന്താണ്, വലിയ ട്രയാങ്കിളിന്റെയും ചെറിയ ട്രയാങ്കിളിന്റെയും എന്താണ്, സെൻട്രോയിഡ് സെയിം ആണ്. ബട്ട് ഡിഫറെന്റ് സെഗ്മെന്റ് ഓഫ് ഇറ്റ് എന്ന് പറയണം. അതെന്താണ്, അതിന്റെ ഡിസ്റ്റൻസ് എന്താണ്, അതിന്റെ ലെങ്ത് എന്താണ്, സെയിം ആയിരിക്കൂല. ബട്ട് എന്താണ്, അതിന്റെ സെൻട്രോയിഡ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ എത്തി. എന്താ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ ദ പിക്ചർ ബിലോ എച്ച് ഈസ് ദ ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എന്തായിരുന്നു മക്കളെ ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാല് ഒരു ട്രയാങ്കിളില് ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓർത്തോ സെന്റർ എന്ന് പറയാം അല്ലെ. ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അതിനെയായിരുന്നു നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറയാം. അപ്പം പിക്ചർ ബിലോ, ഈ പിക്ചറിൽ എച്ച് ഈസ് ദ ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ ഓൾട്ടിറ്റ്യൂഡ്സ് ജോയിൻ ചെയ്ത് വരച്ച ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ഓർത്തോ സെന്റർ. അതുകൊണ്ട് എച്ച് ആണ് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഗിവൺ ദാറ്റ് എച്ച് ഈസ് ദ ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എച്ച്. അതുകൊണ്ട് എച്ച് ഓർത്തോ സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിന്റെ ലംബ കേന്ദ്രമാണ് എച്ച്. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേ, പ്രൂവ് ദാറ്റ് എ ഈസ് ദ ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ എച്ച് ബി സി എന്ന് പറഞ്ഞ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ, ആ ചെറിയ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ലൈൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കാം. എന്താ പറഞ്ഞത്, ഗിവൺ ദാറ്റ് എച്ച് ഈസ് ദ ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ ഈസ് ദ ഓർത്തോ സെന്റർ ഓഫ് എച്ച് ബി സി. ടു പ്രൂവ് A is the ortho center of triangle HBC. Triangle HBC ന്റെ ഓർത്തോ സെന്റർ ആണ് എ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തന്നത് എച്ച് ആണ് എ ബി സിയുടെ ഓർത്തോ സെന്റർ. അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാ, ഈ ഓർത്തോ നമുക്ക് എ ആണ് എച്ച് ബി സിയുടെ ഓർത്തോ സെന്റർ എന്ന് കാണുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. നമ്മൾ എന്ത് ചെയ്തു, ഈ എ ബി സിയില് നമ്മൾ എന്ത് ചെയ്തു, ഈ ബി എച്ചിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരച്ചു. അതുപോലെ സി എച്ചിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരച്ചു. അതുപോലെ ഇതും. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇങ്ങനെ റെഡി അല്ലേ? അപ്പൊ നമ്മൾ എച്ച് ബി സി ഇതാണ് കേട്ടോ, ഈ ചെറിയ ട്രയാങ്കിൾ ആണ് നമ്മൾ എച്ച് ബി സി. ഇനി ബാക്കിയുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം, നെയിം കൊടുക്കാം, ഡി ഇ എഫ്. ഇനി നമ്മൾ നോക്കാം, ഈ ഗിവൺ നമുക്ക് തന്നിട്ടുണ്ട് എച്ച് ആണ് എ ബി സിയുടെ ഓർത്തോ സെന്റർ. എച്ച് ആണ് എ ബി സിയുടെ ഓർത്തോ സെന്റർ. അങ്ങനെയാണെങ്കിൽ എ ഡി എന്താണ്, എ ഡിയും ബി സിയും പെർപെൻഡിക്കുലർ അല്ലേ? യെസ്, എ ഡി നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പ്ലേസിനെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഓർത്തോ സെന്റർ എന്ന് പറയാം. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ്സ് എപ്പോഴും നമ്മൾ വരയ്ക്കുക, വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. കാരണം എച്ച് ഇസ് ദ ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി എന്ന് പറഞ്ഞാൽ എന്താ, എ ഡി ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലേ.
നമ്മള് AD പെർപെൻഡിക്കുലർ ടു BC ആണ്. AD എന്ന് പറഞ്ഞാൽ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതുപോലെ അടുത്തത് നോക്കാം BF ഒരു ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, അതുകൊണ്ട് BF പെർപെൻഡിക്കുലർ ടു AC വരില്ലേ? യെസ്, BF പെർപെൻഡിക്കുലർ ടു AC. സെയിം റീസൺ തന്നെയാണ്. BF എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ ABC ആണ്. ABCയുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ് BF എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നോക്കാം CE പെർപെൻഡിക്കുലർ ടു CE എന്ന് പറഞ്ഞ ഓൾട്ടിറ്റ്യൂഡ് ഏത് സൈഡിന് പെർപെൻഡിക്കുലറാ? AB. CE പെർപെൻഡിക്കുലർ ടു AB. കാരണം എന്താ? CE എന്ന് പറഞ്ഞത് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ ABC ആണ്. അതും ABCയുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഗിവൺ ആണ്. കാരണം എന്താ? H എന്ന് പറഞ്ഞ ഓർത്തോ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയുടെ എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് H. അതുകൊണ്ട് AD പെർപെൻഡിക്കുലർ ടു BC ആണ്, CE പെർപെൻഡിക്കുലർ ടു AB ആണ്, BF പെർപെൻഡിക്കുലർ ടു AC ആണ്. ഇതൊക്കെ നമുക്ക് തന്ന കാര്യങ്ങളിൽ ഉള്ളതാണ്. ഇനി നമ്മൾ നോക്കാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A is the ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ HBC ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? നമ്മൾ ഇനി ട്രയാങ്കിൾ HBC ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ HBC കൺസിഡർ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് AD പെർപെൻഡിക്കുലർ ടു BC ആണ് നമുക്ക് അറിയാം അല്ലെ. AD പെർപെൻഡിക്കുലർ ടു BC ആണെങ്കിൽ നമ്മൾ ഫിഗർ നോക്കുക. AD പെർപെൻഡിക്കുലർ ടു BC ആണെങ്കിൽ HD പെർപെൻഡിക്കുലർ ടു BC ആണെന്ന് പറഞ്ഞൂടെ? AD എന്ന് പറഞ്ഞാൽ ഇത്രയും ലൈൻ, ഇത് BCക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ H എന്ന് പറഞ്ഞാൽ അതിൽ തന്നെയുള്ള ഒരു പോയിന്റ് അല്ലേ. അപ്പൊ HD പെർപെൻഡിക്കുലർ ടു BC ആയിരിക്കും. HD പെർപെൻഡിക്കുലർ ടു BC. HD പെർപെൻഡിക്കുലർ ടു BC ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? HD എന്ന് പറഞ്ഞാല് HD ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾ HBC. HBCയുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ് ഏത്? HD എന്ന് പറഞ്ഞാൽ HD പെർപെൻഡിക്കുലർ ടു BC. HD പെർപെൻഡിക്കുലർ ടു BC. HD എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ HBCയുടെ പെർപെൻഡിക്കുലർ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓക്കെ, അതുപോലെ ഇനി അടുത്തത് നമ്മൾ എടുക്കുക. അടുത്തത് BF പെർപെൻഡിക്കുലർ ടു AC ആണ് നമ്മളെ കയ്യിലുണ്ട്. BF പെർപെൻഡിക്കുലർ ടു AC. ഓക്കെ, BF പെർപെൻഡിക്കുലർ ടു AC ആണെങ്കിൽ നമ്മൾ നോക്കാം. എന്താ? BF ACക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ BF എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? FCക്കും പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ? കാരണം F എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ വരയ്ക്കുന്ന BF എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. BF പെർപെൻഡിക്കുലർ ടു AC ആയതുകൊണ്ട് BF പെർപെൻഡിക്കുലർ ടു FC ആണെന്ന് നമുക്ക് പറയാം. BF പെർപെൻഡിക്കുലർ ടു FC. BF പെർപെൻഡിക്കുലർ ടു FC. BF പെർപെൻഡിക്കുലർ ടു FC ആണെങ്കിൽ ഈ BF പെർപെൻഡിക്കുലർ ടു AC ആണ്. അതുകൊണ്ട് BF പെർപെൻഡിക്കുലർ ടു FC ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ BH പെർപെൻഡിക്കുലർ ടു FC ആണെന്ന് പറയാം അല്ലെ. BH പെർപെൻഡിക്കുലർ ടു FC. BH പെർപെൻഡിക്കുലർ ടു FC. അപ്പം HD പെർപെൻഡിക്കുലർ ടു BC ആണെന്ന് കിട്ടി. HD ഹൈറ്റ് അത് ഓൾട്ടിറ്റ്യൂഡ് ആണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. HD പെർപെൻഡിക്കുലർ ടു BC. അപ്പൊ ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് അതാ BH. FC ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. FC പെർപെൻഡിക്കുലർ ടു എന്താ? BH. FC പെർപെൻഡിക്കുലർ ടു BH എന്ന് എഴുതാം. FC പെർപെൻഡിക്കുലർ ടു BH. വാട്ട്സ് ദ റീസൺ? എന്താണ് അവിടെ? FC is the altitude. FC is the altitude of triangle HBC. ഓക്കെ, അപ്പൊ FCയും ഒരു ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നോക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്, ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇനി അടുത്ത ലാസ്റ്റത്തെ വൺ CE പെർപെൻഡിക്കുലർ ടു AB ആണ്. CE പെർപെൻഡിക്കുലർ ടു AB ആണ്. അപ്പൊ നമ്മൾ നമ്മളെ ഫിഗറിൽ നോക്കാം. ഇതാണ് എന്ത്? CE ABക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ CE എന്തിനും പെർപെൻഡിക്കുലർ ആയിരിക്കും? EBക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. EB. അപ്പം CE പെർപെൻഡിക്കുലർ ടു EB. ഓക്കെ, CE പെർപെൻഡിക്കുലർ ടു EB. ഇനി നമ്മൾ നോക്കാം. ഈ CE എന്ന് പറഞ്ഞത് EBക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ CHും എന്തായിരിക്കും? EBക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കൂലേ? യെസ്. സോ CH പെർപെൻഡിക്കുലർ ടു EB. ഓക്കെ, അപ്പൊ CHും EBക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? EB പെർപെൻഡിക്കുലർ ടു
CH ആണ് എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ EBയും എന്താ ട്രയാങ്കിൾ HBCയുടെ ഒരു ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതുകൊണ്ട് EB ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾ HBC. അപ്പൊ ഏതൊക്കെയാ നമ്മളെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡുകള്? HD, FC, EB. HD, FC, EB. അപ്പൊ നമ്മളെ ഇത് നോക്കാം. HD ഇതാണ് നമ്മളെ HD, ഇതാണ് FC, ഇതാണ് EB. ഇത് മൂന്നും എന്താ നമ്മളെ ട്രയാങ്കിൾ HBCയുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഈ ട്രയാങ്കിൾ HBCയുടെ ഓൾട്ടിറ്റ്യൂഡ്സ് HDയും FCയും EBയും കൂടെ നമ്മൾ എന്ത് ചെയ്യാ ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിന്റ് എവിടെയാ മീറ്റ് ചെയ്യുന്നത്? അല്ലേ? അപ്പൊ ഓൾട്ടിറ്റ്യൂഡ്സ് നമ്മൾ വരച്ച ഓൾട്ടിറ്റ്യൂഡ്സ് ട്രയാങ്കിൾ HBCയുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. HDയും FCയും EBയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓൾട്ടിറ്റ്യൂഡ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ അത് ഇന്റർസെക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ? നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾ HBCയിലെ HDയും FCയും EBയും പറഞ്ഞ 3 ഓൾട്ടിറ്റ്യൂഡ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. 3 ഓൾട്ടിറ്റ്യൂഡ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പം അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് A ആണ്. ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് A ഈസ് ദ ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ HBC. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, A is the therefore when we ആദ്യം എങ്ങനെ എഴുതാം? when we extend നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും ഓൾട്ടിറ്റ്യൂഡ്സ് HD, FC and EB. HD എന്ന് പറഞ്ഞ ഓൾട്ടിറ്റ്യൂഡും FC എന്ന് പറഞ്ഞ ഓൾട്ടിറ്റ്യൂഡും EB എന്ന് പറഞ്ഞ ഓൾട്ടിറ്റ്യൂഡും ട്രയാങ്കിൾ HBCയുടേതാണ്. ആ 3 ഓൾട്ടിറ്റ്യൂഡ്സ് HD, FC and EB ഇത് മൂന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ they will meet at point A. എന്ന് പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയുന്നു. Therefore A is the ortho center of triangle HBC. ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ HBC. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ HBCയുടെ ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞാൽ ഏതാ? A ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? H is the ortho center of triangle ABC ആണെങ്കിൽ we want to prove that A is the ortho center of triangle HBC. അപ്പൊ ഒന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഇവിടെ ചെയ്തത്. ആദ്യം നമുക്ക് തന്നത് എന്താന്ന് എഴുതി? H is the ortho center of triangle ABC. H ortho center ആയതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. AD perpendicular to BC ആണ്, BF perpendicular to AC ആണ്, CE perpendicular to AB ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ HBCയുടെ ഓർത്തോ സെന്റർ ആണ് A എന്നതാണ്. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? HD എന്ന് പറഞ്ഞത് എന്താണ്? ട്രയാങ്കിൾ HBCയുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതുപോലെ BF പെർപെൻഡിക്കുലർ ടു AC എന്നുള്ള കാര്യത്തിന് FC എന്ന് പറഞ്ഞത് ട്രയാങ്കിൾ HBCയുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതുപോലെ CE പെർപെൻഡിക്കുലർ ടു AB എന്നുള്ളതിൽ EB പെർപെൻഡിക്കുലർ ടു CH ആണ്. അതുകൊണ്ട് EB എന്ന് പറഞ്ഞതും HBCയുടെ ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് കിട്ടി. 3 ഓൾട്ടിറ്റ്യൂഡ്സും കൂടെ നമ്മൾ നീട്ടി വരച്ചാൽ നമ്മുടെ ട്രയാങ്കിൾ HBCയുടെ 3 ഓൾട്ടിറ്റ്യൂഡ്സും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വരയ്ക്കുമ്പോൾ അതൊരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിൽ നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയും. Therefore A is the ortho center of triangle HBC. We proved that A is the ortho center of triangle HBC. HBC എന്ന ത്രികോണത്തിന്റെ ലംബകേന്ദ്രം A ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അപ്പം നമുക്ക് കുറച്ച് ടഫ് ആയിട്ട് തോന്നും അല്ലെ? ബട്ട് ഓരോരോ റിസൾട്ട്സുകളും പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. കുറെ റിസൾട്ടുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ റിസൾട്ടുകളൊക്കെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ് അല്ലെ? ഓരോ കൺസെപ്റ്റ്സും റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മളെ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.